നമസ്കാരം. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. കേവലം ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായാണ് ഇവർ ബഹിരാകാശത്ത് എത്തിയത്. 7 ദിവസം കണക്ക് കൂട്ടിയ യാത്ര ഇപ്പോൾ അരവർഷം കടന്നിരിക്കുകയാണ്. 2024 ജൂൺ 5-നാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ സ്റ്റാർലൈനർ പേടകം തകരാറിലായതോടെ തിരികെ വരാനാകാതെ കുടുങ്ങുകയായിരുന്നു. 6 മാസം പിന്നിട്ട ഇവരുടെ ബഹിരാകാശ ജീവിതം ഇനിയും 2 മാസം നീളുമെന്ന് ഉറപ്പാണ്. നാസയുടെ ഏറ്റവും ഒടുവിലെ പദ്ധതി പ്രകാരം 2025 ഫെബ്രുവരിയോടെ മാത്രമേ ഇവരെയും തിരികെ എത്തിക്കാനാകൂ എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ സുനിതയുടെയും വിൽമോറിന്റെയും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നുവെങ്കിലും ഇരുവരും വീഡിയോ സന്ദേശങ്ങളിലൂടെ ബഹിരാകാശ ജീവിതം അടിപൊളിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഇന്നലെ US-ലെ തന്റെ പേരിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ സംവാദത്തിലും ഇക്കാര്യം തന്നെയാണ് സുനിത വിവരിച്ചത്. ബഹിരാകാശ ജീവിതം അടിപൊളി അനുഭവമാണ് എന്നാണ് കുട്ടികളുടെ ചിരിക്കുന്ന മുഖത്തോടെ സുനിത വ്യക്തമാക്കിയത്. ആദ്യം വന്നപ്പോൾ വിശപ്പ് കുറവായിരുന്നെന്നും ഇപ്പോൾ ഭയങ്കര വിശപ്പാണ് അനുഭവപ്പെടുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. 3 നേരം നല്ല അളവിൽ ഭക്ഷണം കഴിച്ചാണ് ഇപ്പോൾ വിശപ്പ് അടക്കുന്നത് എന്നും സുനിത വിവരിച്ചു. നേരത്തെ തനിക്ക് ബഹിരാകാശത്തെത്തിയ ശേഷം ഭാരക്കുറവ് ഉണ്ടായിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ബഹിരാകാശത്തെത്തിയപ്പോഴുള്ള അതേ ഭാരമാണ് ഇപ്പോഴും ഉള്ളത് എന്നും സുനിത വിവരിച്ചിട്ടുണ്ട്. നേരത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസ് കൃഷി തുടങ്ങി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. സുനിത വില്യംസ് ബഹിരാകാശത്ത് ചീരകൃഷിയാണ് ചെയ്യുന്നത്. ചീര ഇനത്തിൽപ്പെട്ട ലെറ്റ്യൂസ് എന്ന പച്ചക്കറി കൃഷി സുനിത വില്യംസ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അവിടെ ചെയ്യുന്നത്. ബഹിരാകാശത്തെ സുനിതയുടെ ചീരകൃഷി ഭക്ഷണത്തിന് വേണ്ടിയല്ല, ഭൂഗുരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം സസ്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള പരീക്ഷണമാണ് ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത നടത്തുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഇത് ഗുണം ചെയ്യുമെന്നാണ് നാസ പറയുന്നത്. പരീക്ഷണത്തിന്റെ ഫലമനുസരിച്ച് പുതിയ കൃഷിരീതികൾ ഭൂമിയിലും നടപ്പാക്കാനാകുമെന്നാണ് നാസ വിവരിക്കുന്നത്.